ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ TVs നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാമത്തെ പാഠമാണ്. പ്രവചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നതാണ് അതിൻ്റെ തലവാചകം. അതിൻ്റെ മനഃപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഇവിടെ ആമുഖത്തിൽ പറയുന്നത് ഈ ലോകത്തെ ഭരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അവകാശം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ, ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ലോകത്തെ ഭരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത്. അത് തന്നെ ഈ ലോകത്തെ ഭരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അധികാരം ഏതിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ചോദിച്ചാൽ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ്, നാം മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യവംശം എങ്ങനെയാണ് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായി മാറിയത് എന്ന് നാം മനസ്സിലാക്കും. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ട് മനുഷ്യർ, അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നത് എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. ഈ ആഴ്ച നാം പഠിക്കുന്നത് സിംഹാസന മുറിയിലെ ദർശനങ്ങളാണ്. ദൈവവും മനുഷ്യനുമായി എപ്രകാരം ബന്ധപ്പെട്ടിരുന്നു, ഈ ഭൂമിയിൽ ദൈവം എപ്രകാരം തൻ്റെ സിംഹാസനം ഉറപ്പിച്ചിരുന്നു, ദൈവം മനുഷ്യനെ എപ്രകാരമാണ് വീണ്ടെടുത്തത്, മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതികൾ എന്തെല്ലാമായിരുന്നു, ഇത്തരം കാര്യങ്ങൾ മാത്രവുമല്ല, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ വിളി എപ്രകാരമായിരുന്നു, എത്ര മഹത്തരമായ ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായ മനുഷ്യരെ ദൈവം വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം വീണ്ടും നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. ദൈവം ഒരു പദ്ധതി ഒരുക്കി കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസന മുറിയിലെ ദർശനങ്ങളെക്കുറിച്ച് നാം ഈ ആഴ്ച പഠിക്കുന്നു. അതിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ ക്ഷണിച്ചു കൊള്ളുന്നു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ അടിയനിതാ, അടിയനെ അയക്കണമേ എന്നുള്ളതാണ് തലവാചകം. ഒരു സംഭവം പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കുറേ സഭാജനങ്ങൾ അവരുടെ സഭ പുതുക്കി പണിയുവാൻ വേണ്ടി അവരാഗ്രഹിച്ചു. അതായത് കാലഹരണപ്പെട്ട ഒരു അടിത്തറയാണ് അവിടെ ഉള്ളത്, അത് പുതുക്കി പണിയണം, അതിന്മേലൊരു സഭ പണിയണം എന്നവരാഗ്രഹിച്ചു. അവരാദ്യം ചെയ്തത് അവിടെ വളരെ പ്രകാശമുള്ള ലൈറ്റുകൾ കൊണ്ട് സ്ഥാപിച്ചു. ആ ലൈറ്റുകൾ അവർ സ്ഥാപിച്ചപ്പോൾ അവർ ധരിച്ചത് ഈ ലൈറ്റുകളുടെ പ്രകാശം കൊണ്ട് ആ പ്രദേശമൊക്കെയും മനോഹരമാകും എന്നുള്ളതാണ്. പക്ഷേ ആ പ്രകാശമുള്ള, അല്ലെങ്കിൽ ലൈറ്റുകളുടെ പ്രകാശത്തിൽ ആ സ്ഥലം കൂടുതൽ അതിൻ്റെതായ ശോചനീയ അവസ്ഥ കൂടുതൽ വെളിപ്പെടുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ കാലഹരണപ്പെട്ട് കിടക്കുന്ന അടിസ്ഥാനത്തിൻ്റെ ഏറ്റവും മോശമായ വശങ്ങൾ കൂടെ ആ വലിയ വെട്ടത്തിൽ അവർക്ക് കാണുവാൻ കഴിഞ്ഞു എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് യെശയ്യാവിന് ഞെട്ടിക്കുന്ന ഒരു ദർശനമുണ്ട്. ആ ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് യെശയ്യാവ് കാണുമ്പോൾ യെശയ്യാവ് തന്നെ നിലവിളിക്കുന്നൊരു രംഗമുണ്ട്. യെശയ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്നുള്ളതാണ്. അപ്പം ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ചുള്ളൊരു ദർശനം യെശയ്യാ പ്രവാചകന് ലഭിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, മാത്രമല്ല അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ പാർക്കുന്ന വ്യക്തി, തൻ്റെ കുറവുകളെക്കുറിച്ച്, തൻ്റെ പാപത്തെക്കുറിച്ച്, തൻ്റെ ശുദ്ധിയില്ലായ്മയെക്കുറിച്ച് യെശയ്യാവ് അവിടെ വിലപിക്കുകയാണ് ചെയ്യുന്നത്.
ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ, അങ്ങനെ അശുദ്ധനായ ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് വിലപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആ പാഠഭാഗത്ത് പറയുന്നത്, ഒരുപക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാപികളായ നമുക്കും അപ്രകാരമൊരു ദർശനമുണ്ടായാൽ നമ്മളും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ നഷ്ടപ്പെട്ടതായി നമുക്ക് ബോധം വരും. യെശയ്യാവിന് ജീവിതകാലം മുഴുവനും അതൊരു ആശ്ചര്യകരമായിരുന്നു. ആ ഒരു ദർശനം യെശയ്യാവിൻ്റെ ജീവിതത്തിലൊക്കെയും യെശയ്യാവിന് എപ്പോഴും ആശ്ചര്യകരമായിരുന്നു. ദൈവത്തെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനം യെശയ്യാവിന് കാണിച്ചു കൊടുത്തപ്പോൾ യെശയ്യാവ് പറഞ്ഞത്, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, എൻ്റെ കണ്ണ് യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ, അവൻ്റെ പാപബോധം അവനിലുണ്ടായി എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ തേജസ് യെശയ്യാവ് കണ്ടപ്പോൾ അവൻ്റെ പാപബോധം അവനിൽ ഉണർന്നു. എത്രമാത്രം ഞാൻ പാപിയാണ്, കുറവുള്ളവനാണ് എന്ന് യെശയ്യാവ് മനസ്സിലാക്കി. തുടർന്നുള്ള ഭാഗം നമ്മൾ പറയുന്നത്, ഒരു ദൂതൻ എന്ത് ചെയ്തു? അവൻ്റെ വായിൽ ഒരു തീക്കനൽ തൊട്ടു, അവൻ്റെ വായിലൊരു തീക്കനൽ എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ പാപത്തിൽ നിന്നും ശുദ്ധനായി എന്ന് പറയുന്നു. ഇത് എവിടെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ ദർശന സമയത്ത് യെശയ്യാ പ്രവാചകൻ നിലവിളിച്ചപ്പോൾ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ എന്ന് നിലവിളിച്ചപ്പോൾ ദൂതൻ ഒരു കനലെടുത്ത് അവൻ്റെ നാക്കിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവനെ ശുദ്ധനായി തീർന്നു. ഇത് ഏതിൻ്റെ പ്രതീകമാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ദൈവം മധ്യസ്ഥത വഹിച്ചുകൊണ്ട് യെരുശലേം ദൈവാലയത്തിൽ ഉണ്ടായിരുന്നതായ ധൂപയാഗപീഠമാകാനാണ് സാധ്യത. അതുമായി സാദൃശ്യമുണ്ട്. പാപങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി, ക്ഷമിക്കുവാൻ വേണ്ടി എന്താണ്, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്ന ധൂപയാഗപീഠമാകാനാണ് സാധ്യത എന്ന് അതുമായാണ് താരതമ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പാപം ക്ഷമിച്ചു കിട്ടിയപ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യനാണ് എന്ന് അവന് ബോധ്യമായി. അതുവരെ അവൻ പറഞ്ഞതാണ്, ഈ തീക്കനൽ അവൻ്റെ നാവിൽ വെക്കുന്നത് വരെ അവൻ പറഞ്ഞത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, അങ്ങനെ ഉള്ളവരുടെ ഇടയിൽ പാർക്കുന്നവൻ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഈ അശുദ്ധമായ അല്ലെങ്കിൽ വിശുദ്ധിയില്ലാത്ത കണ്ണുകൊണ്ട് രാജാവായ യഹോവയെ ഞാൻ കണ്ടുവല്ലോ എന്ന് വിലപിച്ചതായ യെശയ്യാവിൻ്റെ നാവിൽ ദൂതൻ ഒരു തീക്കനൽ എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു? വിശുദ്ധനായി തീർന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ പ്രാപ്തിയുള്ളവനായി തീർന്നു. അവൻ എന്ത് ചെയ്തു? ഇവിടെ പറയുന്നതാണ്, മാത്രവുമല്ല ഈ ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനും അവൻ എന്ത് ചെയ്തു? വിളിക്കപ്പെട്ടു. ഇവിടെ സെറാഫ് എന്ന പദം തിളങ്ങുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം, കത്തുന്നവൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അപ്പം എന്താണ്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദർശനം യെശയ്യാവിന് ലഭിച്ചപ്പോൾ ഒരു കനൽ എടുത്ത് എന്ത് ചെയ്തു? യെശയ്യാവിൻ്റെ നാക്കിൽ വെച്ച് കൊടുത്തു. അപ്പം സറാഫ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ സെറാഫ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം കത്തുന്നവൻ എന്നാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. എന്താണ് പറയുന്നതോ? യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 30 പറയുന്നത്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാനിച്ചു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ സുവിശേഷ വേലയെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണ്. ആര്? യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ കർത്താവ് തന്നെ സാക്ഷ്യം പറയണം. നോക്കൂ, നേരത്തെ ഇവിടെ അല്ലെങ്കിൽ കെരൂബ് എന്ന് പറയുന്നത് കത്തുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന് മുൻപേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ദൈവം ആരെ അയച്ചു? ഒരു കെരൂബിനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകനെ, കത്തുന്നവനായ ദൈവത്തിൻ്റെ പ്രവാചകനെ തന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. അപ്പം ആര് അടിയനെ അയക്കണമെന്ന് യെശയ്യാവ് പറഞ്ഞപ്പോൾ, ഇവിടെ പറയുമ്പോൾ എന്താണ്, യെശയ്യാവിനെ ദൈവം എന്ത് ചെയ്തു? പ്രാപ്തനാക്കി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി ദൈവം യെശയ്യാവിനെ പ്രാപ്തനാക്കി. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ രക്ഷിതാവും പിതാവ് ആരാണ് എന്ന് ഈ ഭൂമിയിലേക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നതായ കർത്താവായ യേശുക്രിസ്തുവിനെ പാതയൊരുക്കുവാൻ വേണ്ടി ദൈവം മറ്റൊരു കത്തുന്നവനെ എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് അയച്ചു. അത് യോഹന്നാൻ സ്നാപകനായിരുന്നു. ദൈവത്തിൻ്റെ കെരൂബുകൾ ചെയ്യുന്ന അതേ ജോലി
കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഇവിടെ ആര് ചെയ്തു? യോഹന്നാൻ സ്നാപകൻ ചെയ്തു. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ തൊടുന്നു എങ്കിൽ നാം എന്തു ചെയ്യും? വിശുദ്ധരായിത്തീരും. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്നുള്ള അങ്ങോട്ടുള്ള ഭാഗം അത് തന്നെയാണ്. ദൈവം എവിടെയൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയൊക്കെയും കെരൂബുകളുണ്ടായിരുന്നു. ഇവിടെ ദൈവം യെശയ്യാവിനെ കാണിച്ചു കൊടുത്തതും യെശയ്യാവിനെ വിശുദ്ധനാക്കുവാൻ വേണ്ടി ദൈവം ദൂതനെ അയച്ചു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് സുഗമമാക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഇതാരാണ് എന്ന് ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ രൂപമാണ് ഈ വരുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ദൈവം മറ്റൊരു കെരൂബിനെ ഭൂമിയിലേക്ക് അയച്ചു, യോഹന്നാൻ സ്നാപകനെ. അതാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മറ്റൊരു സാക്ഷ്യം കൂടി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനോ നിങ്ങളെ വെള്ളത്താൽ സ്നാനപ്പെടുത്തുന്നു, എനിക്ക് പിന്നാലെ വരുന്നവൻ നിങ്ങൾ എന്തു ചെയ്യും? അഗ്നിയിൽ സ്നാനപ്പെടുത്തും. അതൊരു അതിനേക്കാൾ വലിയ സാക്ഷ്യമൊന്നുമില്ലല്ലോ. ദൈവത്തിൻ്റെ കെരൂബിൻ്റെ അതേ ജോലി, ദൈവത്തിൻ്റെ കെരൂബുകളുടെ ജോലി എന്താണ് നമ്മൾ പിന്നീടുള്ള ഭാഗത്ത് പഠിക്കുന്നത്. ദൈവത്തിൻ്റെ കെരൂബ് ചെയ്യുന്ന അതേ ജോലി ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നോക്കൂ, എവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ കെരൂബുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നാം ഓരോരുത്തരും ഈ പാഠഭാഗം പഠിക്കുമ്പോൾ നാം വിശുദ്ധിയുടെ ജനമായി തീരുവാൻ, ദൈവത്തിൻ്റെ സഹവാസം നമ്മളിലുണ്ടാകുവാൻ എപ്പോഴും ആഗ്രഹിക്കണം, എപ്പോഴും അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നതാണ് ഈ പാഠഭാഗം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച പാഠം പറഞ്ഞത് 2 കെരൂബുകൾ എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത്, നമ്മുടെ ആദി മാതാപിതാക്കളായ ആദമും അവയും പാപം ചെയ്തു ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് ദൈവം ഒരു പ്രത്യാശ നൽകി. അവരെ വീണ്ടെടുക്കുവാനായി മെശിഹ വരുമെന്നും ആ മെശിഹ അവരെ ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവർക്ക് നിത്യമായ ഒരു ജീവിതം അല്ലെങ്കിൽ നിത്യരക്ഷ നൽകുമെന്നും ഒരു വലിയ പ്രത്യാശ ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് നൽകി. അതോടൊപ്പം തന്നെ ആ ഏദൻ തോട്ടത്തിൻ്റെ കവാടത്തിലായി 2 കെരൂബുകളെ എന്ത് ചെയ്തു? അതിശക്തമായ വിളക്കുമായി 2 കെരൂബുകളെ അവിടെ ദൈവം നിർത്തി, കാവലായി നിർത്തി. അത് നാം നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ മക്കൾ അവർ ആലയം പണിയുമ്പോഴൊക്കെ കൃപാസനത്തിനടുത്തായി 2 കെരൂബുകളെ, കത്തുന്ന അല്ലെങ്കിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 2 കെരൂബുകളെ നിർത്തുന്ന നമുക്ക് കാണാം. അപ്പം ഏദൻ തോട്ടത്തിൻ്റെ കവാടത്തിൽ ദൈവം എന്ത് ചെയ്തു? 2 കെരൂബുകളെ നിർത്തി. അതേ പ്രതീകമാണ് പിന്നീട് എന്ത് ചെയ്തു? നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ മക്കൾ എവിടെയൊക്കെ ദൈവത്തിന് കൂടാരം അടിക്കുന്നു ആ കൃപാസനത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? 2 കെരൂബുകൾ അഭിമുഖമായി നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഈ കെരൂബുകൾ എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് കെരൂബുകൾ സൂചിപ്പിക്കുന്നത്. കെരൂബുകൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം ഉള്ളിടത്ത് മാത്രമേ കെരൂബുകൾ ഉള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതാണ് കെരൂബുകളുടെ സാന്നിധ്യം. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവർ പുറത്താക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവം ആ ഏദൻ തോട്ടത്തിലേക്ക് പിന്നീട് മനുഷ്യർ പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി ദൈവം കെരൂബുകൾ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൻ്റെ കവാടത്തിൽ നിർത്തി. പിന്നീട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ആലയങ്ങൾ പണിതപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ആലയം പണിയുകയും ദൈവത്തിൻ്റെ തിരുനിവാസത്തിന് എന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? 2 കെരൂബുകളെ നിർത്തി, ദൈവം പറഞ്ഞത് പ്രകാരം. നാം താഴേക്ക് ഭാഗത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കെരൂബുകൾ ദൈവിക സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു. അത് മനുഷ്യരാശിക്കുള്ള ഒരു പ്രത്യാശയുടെ സന്ദേശം കൂടിയാണ്. ദൈവം മനുഷ്യരോടൊപ്പം ഉണ്ട് സദാകാലത്തേക്കും എന്നുള്ളതാണ് ആ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ അവർക്ക് ഏദൻ പരദീസ് നഷ്ടപ്പെട്ടു. നമ്മൾ മുൻപുള്ളൊരു പാഠത്തിൽ പഠിച്ചതുപോലെ സിസ്റ്റർ വൈറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഏദൻ തോട്ടം അവർക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും അവരെല്ലാ ദിവസവും, ആദ്യ മാതാപിതാക്കളെ എല്ലാ ദിവസവും ഏദൻ തോട്ടത്തിൻ്റെ കവാടത്തിൽ ചെന്ന് അവിടെ യാഗങ്ങൾ അർപ്പിക്കുകയും അവർ ചെയ്തു പോയ തെറ്റിനെ അവർ തിരിച്ചറിയുകയും മേലാൽ ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് അവർ സത്യം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ഇവിടെ പറയുന്നത് ഏദൻ തോട്ടത്തിലുള്ള പ്രവേശനം മാത്രമേ അവർക്ക് വിലക്കിയിരുന്നുള്ളൂ. അവർ ഏദൻ തോട്ടം ദൂരെ നിന്ന് നോക്കിക്കണ്ടിരുന്നു. ഏദൻ തോട്ടത്തിലെ പ്രവേശനം അവരെ കെരൂബുകൾ വിലക്കിയിരുന്നുവെങ്കിലും ആദാമിനും അവയ്ക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഏദൻ തോട്ടം നോക്കിക്കാണുവാനുള്ള അവസരം
കുറേ കാലത്തേക്ക് കൂടി ഉണ്ടായിരുന്നു എന്ന് സിസ്റ്റർ വൈറ്റ് പറയുന്നു. ഇവിടെ നോക്കൂ, കെരൂബുകൾ ദൈവിക സാന്നിധ്യം ഉള്ള സ്ഥലത്താണ്. അവരെ കുറച്ചു കാലത്തേക്കെങ്കിലും ആ മനുഷ്യരെ അതിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ദൈവം കെരൂബുകളെ നിർത്തി തടഞ്ഞു. പക്ഷേ സിസ്റ്റർ വൈറ്റ് പറയുന്നത് ആ ജീവൻ്റെ വൃക്ഷവും ആ ഏദേൻ തോട്ടവും കൂടുതൽ മഹത്വത്തോടു കൂടി, കൂടുതൽ തേജസ്സോടു കൂടി പുതിയ യെരൂശലേം സ്ഥാപിക്കുന്ന സമയത്ത് നമുക്ക് തിരികെ നൽകും എന്നുള്ളതാണ്. ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്നതായ ഏദേൻ തോട്ടം, അവിടെ ഉണ്ടായിരുന്ന ജീവവൃക്ഷം നമുക്ക് ആ ആദ്യ മാതാപിതാക്കൾക്ക് നിഷേധിക്കപ്പെട്ടുവെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് അതിന് കയറുവാൻ അവരെ കയറ്റിയില്ല എങ്കിലും, അവർ വിലക്കപ്പെട്ടുവെങ്കിലും ഒരു സമയമുണ്ടാകും ഈ ഏദേൻ തോട്ടവും ഈ ജീവൻ്റെ വൃക്ഷവും നമുക്ക് പൂർവാധികം തേജസ്സോടുകൂടി നമുക്ക് ലഭിക്കുന്നതായ ഒരു സമയമുണ്ടാകും എന്നുള്ളതാണ്. സിസ്റ്റർ വൈറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ആദ്യത്തേക്കാൾ മഹത്വത്തോടെ അത് അലങ്കരിക്കും എന്നുള്ളത്. ആദ്യത്തേക്കാൾ മഹത്വരമായിരിക്കും ആ ഒരു ഏദേൻ തോട്ടം എന്നുള്ളതാണ് സിസ്റ്റർ വൈറ്റ് പറയുന്നത്. ഇവിടെ നമ്മൾ ഉൽപ്പത്തിയിലെ പുസ്തകം നോക്കുമ്പോൾ ദൈവം തൻ്റെ ഈ കെരൂബുകളെ ദൈവം നിർത്തിയത് ഏദേൻ തോട്ടത്തിന് കിഴക്ക് നിർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപാസനത്തെ പറ്റി പറയുവാൻ വേണ്ടി എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഷഖാൻ എന്നാണ്. അതേ വാക്ക് തന്നെയാണ് ദൈവത്തിൻ്റെ കെരൂബുകളെ ഏദേൻ തോട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നിർത്തി എന്ന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. ദൈവത്തിൻ്റെ ഏദേൻ തോട്ടം ഈ ആദ്യ മാതാപിതാക്കൾ പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി ദൈവം കെരൂബുകളെ നിർത്തിയത് കിഴക്ക് ഭാഗത്താണ്. അത് എബ്രായ പദത്തിൽ എബ്രായ ഭാഷയിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഷഖാൻ എന്നാണ്. അതേ പദം തന്നെയാണ് ദൈവത്തിൻ്റെ കൂടാരത്തെ, സമാഗമന കൂടാരത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുനിവാസത്തെ കാണിക്കുവാൻ വേണ്ടി എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം. നോക്കൂ, ദൈവം എവിടെയാണ് ആയിരിക്കുന്നത് അവിടെയാണ് കെരൂബുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ, അതിൽ ആ വാക്യമായി നമുക്ക് ട്രാൻസ്ലേഷൻ എന്താണ് ഇവിടെ പറയുന്നത്, അങ്ങനെ നമ്മൾ പരിഭാഷപ്പെടുത്തൽ എന്ത് പറയും? അക്ഷരാർത്ഥത്തിൽ അതിനെ പരിഭാഷപ്പെടുത്തി ഇങ്ങനെ പറയും, ദൈവം കെരൂബുകളെ ഏതിന് കിഴക്കായി കൂടാരമടിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണോ അവിടെ ദൈവം കെരൂബുകളെ നിർത്തി. അപ്പം ഏദേൻ തോട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ദൈവം കെരൂബുകളെ നിർത്തിയതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഷഖാൻ എന്നാണ്. അതേ പദം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപാസനത്തെയും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി എബ്രായ പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാസനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഏദേൻ തോട്ടത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കെരൂബുകൾ അതാണ് നമ്മൾക്ക് വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം പിന്നെയും അവിടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ വൈറ്റ് പറയുന്നത് മനുഷ്യൻ്റെ അതിക്രമം പെരുകുന്നതുവരെ ഏദേൻ തോട്ടം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് സിസ്റ്റർ വൈറ്റ് പറയുന്നു. നോക്കൂ, ആ ഏദേൻ തോട്ടത്തിൽ, ആ അതിപരിശുദ്ധമായ ഏദേൻ തോട്ടത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി ദൈവം കെരൂബുകളെ നിർത്തി. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് വിളിച്ചോതുന്നതാണ് കെരൂബുകളുടെ സാന്നിധ്യം. കൃപാസനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതുപോലെ. അപ്പം നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സിംഹാസനം, ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ കെരൂബുകൾ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ദൈവത്തിന് സർവ്വ അധികാരവും, ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ അധികാരങ്ങളും ദൈവത്തിനാണ് എന്ന് കെരൂബുകൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തോട് വിളിച്ചോതുന്നു. ഈ ലോകത്തോട് കെരൂബുകൾ വിളിച്ചു പറയുന്നത് തന്നെ എന്താണ്? അവൻ്റെ സ്തുതികൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തോട് കെരൂബുകൾ വിളിച്ചു പറയുന്നു, ദൈവമാണ് ഈ ലോകത്തിൻ്റെ സർവാധികാരി. നാം മനസ്സിലാക്കേണ്ടത് ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ സർവാധികാരത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ദൗത്യം. ഓരോ മനുഷ്യർക്കും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ നാം അംഗീകരിക്കണം. കെരൂബുകൾ വിളിച്ചു പറയുന്ന അത് തന്നെയാണ്, ഈ ലോകത്തെ ഭരിക്കുവാൻ യോഗ്യൻ ദൈവമല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? 24 മൂപ്പന്മാർ, വെളിപ്പാടിൽ പറയുന്നതായ 24 മൂപ്പന്മാർ ഏറ്റുപാടുന്നതും അത് തന്നെയാണ്, ഈ ലോകത്തെ ഭരിക്കുവാൻ ദൈവമാണ് യോഗ്യനെന്ന് വിളിച്ച് പറയുന്നു. അപ്പോൾ നാമും ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, സൃഷ്ടിതാവിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൻ്റെ സർവാധികാരി എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കെരൂബുകളും സദാസമയവും
അതുതന്നെയാണ് പറയുന്നത് ഈ ലോകത്തിൻ്റെ സർവാധികാരി, ഈ ലോകത്തെ ഭരിക്കുവാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ് എന്ന വലിയ സത്യമാണ് ഈ ലോകത്തോട് കെരൂബുകൾ, ഈ പ്രപഞ്ചത്തോട് കെരൂബുകൾ വിളിച്ചു പറയുന്നെങ്കിൽ ഈ ലോകത്തോട് നാം വിളിച്ചു പറയേണ്ടതും അതുതന്നെയാണ്. ഈ ലോകത്തിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് സർവശക്തനായ സൃഷ്ടാവായ നമ്മുടെ ദൈവമാണ് എന്നതാണ് ഈ ലോകത്തോട് നാം വിളിച്ചു പറയേണ്ടത്. അതാണ് നമ്മുടെ ഓരോ ദൈവത്തിൻ്റെ മക്കളുടെയും ദൗത്യമെന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു സ്നാപക യോഹന്നാൻ നോക്കി പറഞ്ഞതുപോലെ നാമും ദൈവത്തിൻ്റെ കത്തുന്ന കെരൂബുകളായി മാറണം. ദൈവത്തിൻ്റെ സ്തുതി ഈ ലോകത്തോട് മുഴുവനും നാം വിളിച്ചു പറയുക എന്ന വലിയ ദൗത്യമാണ് നമ്മിൽ ഓരോരുത്തരിലും അർപ്പിതമായിരിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് പറഞ്ഞത് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെ എന്നാണ്. ഇവിടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ കെരൂബുകൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ കെരൂബുകൾ ഉണ്ട് എന്നുള്ളതാണ് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സമാഗമനം അല്ലെങ്കിൽ നിയമപ്പെട്ടകം വെക്കുന്ന സ്ഥലത്ത് കെരൂബുകൾ വേണം എന്ന് ദൈവം പറയുന്നുണ്ട്. ആ അതിപരിശുദ്ധ സ്ഥലത്തെ മറയ്ക്കുന്ന മൂടുശീലയിൽ കെരൂബുകളുടെ ചിത്രം വെക്കണം എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ മാത്രമല്ല, സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കെരൂബുകൾ ഉണ്ട്. ഏദൻ തോട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അവിടെ കെരൂബുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൽ പെട്ടകത്തിന് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അവിടെയും എന്ത് ചെയ്തു? കെരൂബുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇസ്രായേൽ മക്കൾ സ്ഥാപിച്ചതായ യെരുശലേം ദേവാലയം സിയോൻ കുന്നിൽ എന്ത് ചെയ്തു? അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ വിളിച്ചോതുന്നത് കെരൂബുകളുടെ സാന്നിധ്യമാണ്. കെരൂബുകൾ അതാണ് പറയുന്നത്. എവിടെയൊക്കെ കെരൂബുണ്ടോ നാം മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ യഗസ്കേൽ ഒരു പ്രവചനം കാണുന്നു, ദൈവത്തിൻ്റെ സിംഹാസനത്തെ കുറിച്ച് പ്രവചനം കാണുന്നു. പക്ഷേ യഗസ്കേൽ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജനം ആ സമയത്ത് അവിടെയല്ല താമസിക്കുക, അവർ പ്രവാസികളാണ്, ബാബിലോണിൽ പ്രവാസികളായി ജീവിച്ചിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ദർശനം അത് മനസ്സിലാക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് എന്ന് യഗസ്കേലിന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് എന്താണ് പറഞ്ഞത്? യഗസ്കേൽ സാക്ഷ്യപ്പെടുത്തുന്ന ജീവികൾക്ക് യോഹന്നാൻ്റെ ദർശനത്തിലുള്ള അതേ മുഖമാണ്. അപ്പോൾ യഗസ്കേൽ കാണുന്ന ദർശനവും യോഹന്നാൻ പറയുന്ന ദർശനവും അല്ലെങ്കിൽ അതിൽ കാണുന്ന ജീവികളൊക്കെ തന്നെ ഒരേ മുഖമാണ്. ഏതൊക്കെയാണ് മുഖമെന്ന് നോക്കാം. ഒന്ന് സിംഹത്തിൻ്റെ മുഖം, മറ്റൊന്ന് പരുന്തിൻ്റെ മുഖം, പിന്നെ ഒന്ന് കാളയുടെ മുഖം, ഒന്ന് മനുഷ്യൻ്റെ മുഖം. ഇത് ഏതൊക്കെയോ ഗോത്രങ്ങളെ കാണിക്കുന്നതാണ്, നമ്മൾ പിന്നീട് പഠിക്കും. അപ്പം യഗസ്കേൽ കാണുന്നതായ ആ സിംഹാസനത്തിൽ കാണുന്ന ജീവികളുടെ മുഖവും യോഹന്നാൻ പറയുന്നതായ മുഖവും ഒന്ന് തന്നെയാണ്. ഒന്ന് ഒരു സിംഹത്തിൻ്റെ, മറ്റൊന്ന് പരുന്തിൻ്റെ, ഒരു കാളയുടെ, ഒരു മനുഷ്യൻ്റെ. മാത്രവുമല്ല 4 മുഖങ്ങളുള്ള നിഗൂഢമായ ജീവികളെക്കുറിച്ച് യഗസ്കേൽ കാണുന്നുണ്ട്. പക്ഷേ യഗസ്കേലിൻ്റെ ആദ്യ പുസ്തകങ്ങളൊന്നും അതിൻ്റെ പേര് പറഞ്ഞില്ല. പിന്നീട് അത് എന്ത് പറഞ്ഞു? കെരൂബുകൾ എന്ന് തന്നെ യഗസ്കേൽ കണ്ടെത്തുന്നു. അപ്പോൾ ദൈവിക സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, ദൈവത്തിൻ്റെ സിംഹാസനം കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കെരൂബുകളുടെ സാന്നിധ്യവും ദൈവം തൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ വാഴ്ത്തിപ്പാടുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തിയെ വിളിച്ചോതുന്ന, ദൈവത്തിൻ്റെ അധികാരത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെടുന്നതായ കെരൂബുകളുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് എന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും കെരൂബുകൾ ഉണ്ട്. ദൈവം മോശയുമായി എന്താണ് നിയമപ്പെട്ടകത്തിലായാലും, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏദൻ തോട്ടത്തിലായാലും, സിയോൻ മലയിലായാലും ഒക്കെ അവിടെ കെരൂബുകൾ ഉണ്ട്. എന്ത് എന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ്, ഈ പ്രപഞ്ചത്തോട് വിളിച്ചു പറയുന്നവരാണോ ആ കെരൂബുകൾ. അവർ ദൈവത്തിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ ഭൂമിയിൽ ദൈവമായിരുന്നപ്പോഴും സ്വർഗത്തിൽ ദൈവമായിരിക്കുമ്പോഴും. നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തൊക്കെയും ഈ കെരൂബുകളെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവിക സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെ കെരൂബിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയണം.
എങ്ങനെ അനുഭവിച്ചറിയണം? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ട് എങ്കിൽ കെരൂബിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പാഠം നമ്മോട് പറയുന്നത്, അവസാന ഭാഗം ഇങ്ങനെ പറയുന്നതാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം നിർമ്മിക്കപ്പെട്ടത് ദൈവമഹത്വം പ്രതിഫലിപ്പിക്കുവാനാണ്. അത് ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം ഉണ്ടാക്കപ്പെട്ട മനുഷ്യവർഗത്തെ പറ്റി പറഞ്ഞാലും ദൈവസിംഹാസനത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദൂതന്മാരെ പറ്റി പറഞ്ഞാലും. അപ്പം നമ്മുടെ ദൗത്യം എന്താണ്? വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റി. നാം ഉണ്ടാക്കപ്പെട്ടത് ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ അങ്ങേ പാഠത്തിൽ പഠിച്ചു, മനുഷ്യർ പരാജയപ്പെട്ടപ്പോൾ, ഇസ്രായേൽ ജനം പരാജയപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വിജയിച്ചു. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത്, നമ്മുടെ ആയിക്കോട്ടെ കെരൂബുകളുടെ ആയിക്കോട്ടെ, ജോലി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്വഭാവം ഈ ലോകത്തോട് വർണ്ണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. നാം അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്, അതിനുവേണ്ടി വീണ്ടെടുക്കപ്പെട്ടവരാണ്, അതിനുവേണ്ടി പാപം മോചിച്ചു നൽകപ്പെട്ടവരാണ്. ആ ഒരു ബോധത്തോടു കൂടി, ഉത്തമ ബോധത്തോടു കൂടി നമ്മുടെ ദൗത്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്തോട് വിവരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദൈവം തൻ്റെ ജനത്തിനിടയിൽ എന്നുള്ളതാണ് ബുധനാഴ്ച ഭാഗം പറഞ്ഞത്. ഇവിടെ പറഞ്ഞത്, ദൈവത്തിൻ്റെ ജനത്തെ ദൈവം നയിക്കുന്ന സമയത്ത് അവരെവിടെയൊക്കെ യാത്ര നിർത്തുന്നു അവിടെയൊക്കെ ദൈവത്തിനുണ്ട് കൂടാരമടിക്കുകയും അവിടെ എന്ത് ചെയ്ത് സമാഗമന കൂടാരം സ്ഥാപിക്കുകയും അതിനുശേഷം അതിന് ചുറ്റും ഗോത്രങ്ങൾ കൂടാരമടിക്കുകയും ചെയ്യും. അതിനൊരു ക്രമമുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജനം എവിടെയൊക്കെ വാസമുറപ്പിക്കുന്നു അവിടെയൊക്കെ അവർ കൂടാരമടിക്കുകയും ദൈവത്തിൻ്റെ സമാഗമന കൂടാരം ഉണ്ടാക്കുകയും ആ കൂടാരത്തിന് ചുറ്റും അവർ ഒരു ക്രമപ്രകാരം അവരുടെ ഗോത്രങ്ങൾ കൂടാരമടിക്കുവാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഗോത്രങ്ങൾ ഓരോ സൈഡിലും, അപ്പോൾ 4 ഗേറ്റുകൾ കാണും. ഈ 3 ഗോത്രങ്ങൾ ഓരോ ഗേറ്റിലും ഇങ്ങനെ കൂടാരമടിക്കും. അപ്പോൾ ഈ 3 ഗോത്രങ്ങൾ, അതിൽ ഒരു ഗോത്രം പ്രധാനപ്പെട്ട ഗോത്രമായിരിക്കും. അത് സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്ന് യഹൂദ ഗോത്രം, മറ്റൊന്ന് രൂബേൻ ഗോത്രം, മറ്റൊന്ന് എഫ്രായിം ഗോത്രം, മറ്റൊന്ന് ദാൻ ഗോത്രം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ യഹസ്കേൽ കാണുന്ന ദർശനത്തിലെ ജീവികളെക്കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ പറയുന്ന ജീവികൾ സമമാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഓരോ ഗോത്രത്തിനും ഓരോ ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഗോത്രം, ഓരോ ഗോത്രവും അവരവരുടെ കൊടി ഇങ്ങനെ ഉയർത്തും. പക്ഷേ ആ കൊടിയിലുള്ളത് എന്താണ് എന്ന് വിശുദ്ധ വേദത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ ഗോത്രത്തിനും ഓരോ യഹൂദ റബ്ബികളുടെ പാരമ്പര്യം അനുസരിച്ച് ഓരോ ഗോത്രത്തിനും ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തേക്കുന്നത് യഹൂദ ഗോത്രത്തിന് സിംഹത്തിൻ്റെ ചിഹ്നവും, രൂബേൻ ഗോത്രത്തിന് മനുഷ്യൻ്റെ തലയും, എഫ്രായിമിന് കാളയും, ദാൻ ഗോത്രത്തിന് കഴുകനും. അപ്പം ഈ 4 ഗോത്രങ്ങൾക്കും ഓരോ ചിഹ്നമുണ്ട്. ഈ 4 ഗോത്രവുമാണ് 4 സൈഡിലുമുള്ള 3 ഗോത്രങ്ങളുടെ ഓരോ കവാടങ്ങളിലും തമ്പടിക്കുന്നതായ 3 ഗോത്രങ്ങളുടെ തലവരെന്ന് പറയുന്നത് ഈ 4 ഗോത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാലും, കർത്താവായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആരാധനാക്രമങ്ങളും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ അവർ കൂടാരം അടിച്ചിരുന്ന സമയത്ത് എന്ത് ചെയ്തു, ദൈവത്തിന് വേണ്ടി അവർ ചെയ്തിരുന്ന ക്രമപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് 4 ജീവികളും യഹസ്കേൽ വർണ്ണിച്ചിരിക്കുന്ന കെരൂബുകളുടെ മാതൃകയിൽ പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ 4 ജീവികളും, സിംഹമായിക്കോട്ടെ, മനുഷ്യൻ്റെ തലയായിക്കോട്ടെ, കാളയായിക്കോട്ടെ, കഴുകനായിക്കോട്ടെ, പരുന്തായിക്കോട്ടെ, 4ഉം യഹസ്കേൽ നേരത്തെ ഒരു ദർശനത്തിൽ എന്ത് കണ്ടു? കെരൂബുകളുടെ കണ്ടു. ഇതുള്ള രൂപമുള്ള ആ കെരൂബുകൾ എന്ത് ചെയ്യുന്നു? പ്രതിനിധാനം ചെയ്യുന്നു. ഇവിടെ പുരാതനമായി നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ പുരാതന പാരമ്പര്യമായി നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ കാണുവാൻ കഴിയും. പക്ഷേ ഇവിടെ പറയുന്നത്, പുതിയ യെരുശലേം സ്ഥാപിക്കപ്പെടുമ്പോൾ ഈ ഗോത്രങ്ങളുടെ പേര് 4 കവാടങ്ങളിലും എഴുതപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. പുതിയ യെരുശലേം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ എന്തു ചെയ്യും? ഈ 3 ഗോത്രങ്ങൾ, ഈ ഗോത്രങ്ങളുടെ പേര് 4 കവാടങ്ങളിലും എഴുതപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞത് 3 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കവാടങ്ങൾ കെട്ടിടത്തിൻ്റെ 4 വശങ്ങളിലും ഉണ്ട് എന്ന് വെളിപ്പാടിൽ പറയുന്നു. 4 വശങ്ങളിലുള്ള കവാടങ്ങളിലും ഈ ഗോത്രങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കെരൂബുകളുടെ ചിഹ്നമാണ് പറഞ്ഞിട്ടുള്ളത്. യഹസ്കേലിൻ്റെ പ്രവചനത്തിലും ദർശനത്തിലും യഹസ്കേലും യോഹന്നാനും ഈ സിംഹത്തിൻ്റെയും മനുഷ്യൻ്റെയും കാളയുടെയും പരുന്തിൻ്റെയും ഒക്കെ രൂപം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കെരൂബുകളുടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നോക്കൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തൊക്കെ തന്നെ ദൈവത്തിൻ്റെ കെരൂബുകൾ എന്ത് ചെയ്തു?
ഉണ്ടായിരുന്നു. ദൈവം എവിടെയൊക്കെ വസിക്കുന്നുവോ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കെരൂബുകളെ ദൈവം എന്ത് ചെയ്യുന്നു? അയച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിനിടയ്ക്ക്. അത് പഴയ നിയമകാലത്തായാലും ഇനി പുതിയ യെരൂശലേമിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ജനത്തിനിടയിൽ എന്ത് ചെയ്യുന്നു? ദൈവം വസിക്കുന്നു. എവിടെയായിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ജനം എൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ്. നാം ദൈവത്തിനോടൊപ്പം വസിക്കണം എന്നുള്ളതാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുമ്പോൾ നമ്മളും അതിപരിശുദ്ധരായി അവിടെ വസിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് പുതിയ യെരൂശലേം സ്ഥാപിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൂടാരത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇടയിൽ താമസിക്കുവാൻ വേണ്ടി, വസിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ലൂസിഫറിൻ്റെ പതനം അല്ലെങ്കിൽ വീഴ്ച, ഇതാണ് വേഴ്ച ഭാഗം പറയുന്നത്. നമുക്കറിയാം ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം എന്താണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ ജനത്തെ തെറ്റിക്കുവാൻ വേണ്ടി നടക്കുന്ന ലൂസിഫർ ഒരു കാലത്ത് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിന്നിരുന്നതായ, ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതിയിരുന്നതായ ഒരു കെരൂബായിരുന്നു എന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. കാരണം കെരൂബ് എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ഒരു കെരൂബായിരുന്നു ലൂസിഫർ എന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. പക്ഷേ വസ്തുത സത്യം അത് തന്നെയായിരുന്നതാണ്. ലൂസിഫർ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ തേജസ്സിനെ പ്രകീർത്തിക്കുന്ന, വിളിച്ചോതുന്ന ഒരു കെരൂബായിരുന്നു. പക്ഷെ എന്താ പറ്റിയത്? എന്ന് ദൈവത്തിൻ്റെ തേജസ്സിനേക്കാൾ, ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ എൻ്റെ തേജസ്സും എൻ്റെ മഹത്വവും ആദരിക്കപ്പെടണം, അംഗീകരിക്കണം എന്ന് ലൂസിഫർ ചിന്തിച്ചോ, അന്ന് ലൂസിഫറിൻ്റെ പതനം ആരംഭിച്ചു. നോക്കൂ, ദൈവത്തിൻ്റെ തേജസ് ഇദ്ദേഹത്തിൽ വന്നിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം കെരൂബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ കെരൂബിൻ്റെ ജോലി ദൈവത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് പറയുക. അല്ലെ സ്വയം മഹത്വീകരിക്കാനോ സ്വയം തേജസ്സുള്ളവനായി തീരാനോ ഇവർക്ക് കഴിയില്ല. പക്ഷേ ലൂസിഫർ ദൈവത്തിന് കിട്ടുന്ന ആദരവും ദൈവത്തിന് കിട്ടുന്ന ബഹുമാനവും എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് ലൂസിഫറിൻ്റെ പതനത്തിന് കാരണമായി എന്ന് വിശുദ്ധ വേദപുസ്തകം ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നാം ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ലൂസിഫർ ഉണ്ടായിരുന്നു. ആ ലൂസിഫർ എന്ത് ചെയ്തു? ഹവ്വയെയും ആദമിനെയും പറഞ്ഞു പറ്റിച്ചു. അവർ ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ടു. പക്ഷെ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരു വീണ്ടെടുപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ലൂസിഫറിനെ ഇല്ലാതെ പോയി. കാരണം ലൂസിഫറിന്, സിസ്റ്റർ വൈറ്റ് പറയുന്ന, ലൂസിഫറിന് ആവോളം സമയം കൊടുത്തിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് അവരെ കൊന്നുകളയാമെന്ന് നശിപ്പിക്കാം. പക്ഷെ ദൈവം എന്ത് ചെയ്തു? പ്രപഞ്ചത്തോട് കാണിച്ചു കൊടുക്കണം. ദുഷ്ടത അതിൻ്റെ ഏറ്റവും വലിയ തലത്തിലേക്ക് എത്തുന്നത് വരെ ദൈവം ക്ഷമിച്ചു. അപ്പം ഒരു വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ദൈവം മനുഷ്യർക്കായി ഉണ്ടാക്കി. സാത്താനോ അത് ലഭിച്ചില്ല. പക്ഷേ എങ്കിലും സാത്താൻ അതിനെ തകിടം മറിക്കുവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെ തകിടം മറിക്കുവാൻ വേണ്ടി സാത്താൻ എന്ത് ചെയ്യുന്നു? ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഇന്നും ശ്രമിക്കും, ഇന്നലെയും ശ്രമിച്ചു, നാളെയും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നലെയും ശ്രമിച്ചു, നാളെയും അത് ശ്രമിക്കും. അന്ത്യം വരെയും അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴും ശ്രമിച്ചു. എങ്ങനെയൊക്കെ തെറ്റിക്കാൻ നോക്കി കർത്താവായ യേശുക്രിസ്തുവിനെ. നമുക്കറിയാം 40 ദിവസം ഉപവാസത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? വിശന്നിരുന്ന സമയത്ത് ഏറ്റവും വലിയ സന്ദർഭങ്ങളെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് ലൂസിഫർ. വിശന്നിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന് അടുത്തേക്ക് പറഞ്ഞു, നിനക്ക് കഴിവുണ്ടല്ലോ, അപ്പമാക്കി തീർത്താൽ പോരെ അല്ലേ? അപ്പോൾ ഓരോ കാര്യങ്ങളും നിനക്ക് ഈ സമ്പത്ത് ഞാൻ നൽകാം, ഇങ്ങനെ ഓരോ പ്രലോഭനങ്ങളും കൊടുക്കുകയാണ്. അപ്പം അവസരങ്ങളെ പരമാവധി ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ലൂസിഫർ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകും. ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. ആദമിനെയും ആദ്യ മാതാപിതാക്കളെ അവൻ എന്ത് ചെയ്തു? വഞ്ചിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു രക്ഷാപദ്ധതി ഉണ്ടാക്കി. അതാണ് സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം. അതാണ് നിരന്തരം ദൂതന്മാരും കെരൂബുകളും 24 മൂപ്പന്മാരും ഏറ്റുപാടുന്നത്. എന്താണ് പറയുന്നത്? പുസ്തകം വാങ്ങുവാനും അതിൽ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കു വാങ്ങി. ഈ വീണ്ടെടുപ്പാണ്
നാം ഇവിടെ ഘോഷിക്കുന്നതായ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം. നാം വീണ്ടെടുക്കപ്പെട്ടവർ, രക്തത്താൽ വിലയ്ക്കു വാങ്ങപ്പെട്ടവർ. അതാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് ത്രിവിധ ദൂതുകളിൽ ദൂതൻ പറയുന്നത്. ഈ എന്താണ്? സകല ഭാഷയ്ക്കും ഗോത്രത്തിനും വംശത്തിനും ജാതികൾക്കുമായുള്ള ദൈവത്തിൻ്റെ നിത്യ സുവിശേഷം. എന്താണ് ആ സുവിശേഷം? നാം വീണ്ടെടുക്കപ്പെട്ടവർ, വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. നാം പ്രസംഗിക്കുന്ന, നാം പഠിപ്പിക്കുന്ന ആ സുവിശേഷത്തിൻ്റെ കാതലെന്ന് പറയുന്നത് നാം നഷ്ടപ്പെട്ടു പോയവരായിരുന്നു. പക്ഷേ ദൈവം തൻ്റെ രക്തം നമുക്ക് മറുവിലയായി തന്നതുകൊണ്ട് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നാം വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന ഒരു സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മമാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് സകല ജാതിക്കും, സകല ഭാഷയ്ക്കും, സകല ഗോത്രത്തിനും, സകല വംശത്തിനും എന്ത് ചെയ്യണം? നാം പറഞ്ഞു കൊടുക്കണം. അതാണ് ദൂതൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. മൂന്ന് ദൂതന്മാരുടെ ദൂതുകളിൽ അഡ്വെന്റിസ്റ്റ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. എന്താണ്? സകല ഭാഷയ്ക്കും, സകല ഗോത്രത്തിനും, സകല ജാതിക്കും ഈ സുവിശേഷം എത്തണം. കാരണം എന്താണ്? ആ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാതലായ സന്ദേശം എന്ന് പറയുന്നത്, നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന നീതിമാൻ്റെ രക്തം കൊണ്ട് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മം. അത് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടത് ദൂതന്മാരോടൊപ്പം നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ദൗത്യമാണ് ദൈവത്തിൻ്റെ സുവിശേഷം എന്ത് ചെയ്യണം? ഈ ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളത്. കാരണം ദൈവം ഈ ലോകത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? മരിച്ചു. ഒരാൾക്ക് പോലും വേണ്ടിയും കർത്താവ് മരിക്കാതിരുന്നിട്ടില്ല. ഈ ലോകത്തുള്ള സകല ഭാഷയിലുള്ള, സകല രാജ്യത്തുള്ള, സകല വംശങ്ങളിലുള്ള, സകല സംസ്കാരത്തിലുമുള്ള മനുഷ്യനായി പിറന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി, ഇനി പിറക്കുവാൻ പോകുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. ആ വലിയ സുവിശേഷം, ആ വലിയ നല്ല വിശേഷം ഈ ലോകത്തുള്ള സകല ജാതിയോടും പറയുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരും ദൈവത്തിൻ്റെ കെരൂബുകളും 24 മൂപ്പന്മാരും സദാസമയം വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ശബ്ദമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നാം ഇപ്പോൾ കേൾപ്പിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ത്രിവിധ ദൂതുകൾ ഈ ലോകത്തോട് വിളിച്ചു പറയണം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സുവിശേഷത്തിൻ്റെ, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ ഒരു അംശം എന്ന് പറയുന്നത്, കാതലായ ഒരു മെസ്സേജ് സന്ദേശം എന്ന് പറയുന്നത്, നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധനായ നീതിമാനായ ദൈവത്തിൻ്റെ രക്തത്താൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരോട് അതൊരു സാക്ഷ്യമായി മാറുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭാഗം ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഈ പാഠഭാഗം ഞങ്ങൾക്ക് പഠിക്കുവാൻ തന്ന, ചിന്തിക്കുവാൻ തന്ന വലിയ കൃപയോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. നാഥാ, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ, അങ്ങയുടെ തേജസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. അതിനുള്ള കഴിവും ശക്തിയും താലന്തുകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ കേട്ടവർക്കും ഇതിനെ കണ്ടവർക്കും ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ പ്രേക്ഷകരായ എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി തീരുവാൻ ദൈവമേ അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതങ്ങളെ അവിടുന്ന് മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈഡൻ ടിവിയും അതിൻ്റെ ടീമിനെയും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മക്കൾ ചെയ്യുന്ന ഈ വേല ദൈവത്തിൻ്റെ വലിയ വേലയുടെ ഭാഗമാണ് എന്ന ബോധ്യത്തോടു കൂടി ചെയ്യുവാൻ പ്രിയ മക്കൾക്ക് നൽകിയ കൃപയോട് സ്തുതിക്കുന്നു. ഇതിനു വേണ്ടി സഹായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നല്ല ഉപദേശങ്ങൾ നൽകുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ തലമുറകൾക്കും ഇത് 30, 60, 100 മേനിയായി ഇതിൻ്റെ അനുഗ്രഹങ്ങൾ അവിടെ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അടിയനും ഇതിൻ്റെ ഭാഗമാകുവാൻ സഹായിച്ച വലിയ കൃപയോട് സ്തോത്രം ചെയ്യുന്നു. അഹങ്കരിച്ചു പോകാതെ, നിഗളിച്ചു പോകാതെ
താഴ്മയിലായിരുന്നു കൊണ്ട് ദൈവത്തെ സേവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ, അടിയനെയും അതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന കർത്താവെ, സകലവിധ മാനവും മഹത്വവും എൻ്റെ കർത്താവിന് നൽകുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.